ഹരിഃ ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. പഞ്ചമസ്കന്ധം. മനുപുത്രനായ പ്രിയവ്രതൻ്റെ ചരിത്രം. ശ്രീ ശുകമഹാമുനി ശ്രീ പരീക്ഷിത്തിനോടു കേശവചരിതങ്ങളാശയം തെളിവാനായി ആശു ചൊല്ലിയതെല്ലാം സുതനാം വ്യാസശിഷ്യനാശീർവാദവും ചെയ്തു ശൗനകാദികൾക്കെല്ലാം ഏഷണാദികളായ പാശങ്ങൾ നശിപ്പിപ്പാൻ ദോഷമെന്നിയേ ചൊന്നോരധ്യാത്മസാരമിപ്പോൾ ശ്രീശുകപ്പൈതലേ നീ ചൊല്ലേണമെന്നോടെല്ലാം ആശകളകന്നുള്ളിലാനന്ദം വരും വണ്ണം കേൾപ്പിപ്പാൻ പണിയതു പറഞ്ഞാലെനിക്കിപ്പോൾ കേൾപ്പതിനപേക്ഷയുണ്ടെങ്കിലോ കേട്ടുകൊള്ളുവിൻ. കേൾപ്പിപ്പാൻ പാത്രമല്ല ഞാനതെന്നിരിക്കിലും താൽപര്യാർത്ഥമായൊട്ടു ചുരുക്കി പറഞ്ഞിടാം. സ്ഥാനത്തെ പറയുന്നു പഞ്ചമസ്കന്ധം കൊണ്ടു സ്ഥാനമായതു ജഗദ്രക്ഷയെന്നറിഞ്ഞാലും രക്ഷിതമായിട്ടുള്ള ലോകസംസ്ഥാനങ്ങളും ദുഗ്വിശേഷത്താലുണ്ടാമായുർഭേദാദികളും ലോകത്തെ പ്രിയവ്രതനാദിയാം രാജാക്കന്മാരാകവേ ധർമ്മത്തോടെ പാലിച്ച പ്രകാരവും ധന്യനാം പ്രിയവ്രതനാകിയ മനുപുത്രൻ തന്നെ ചരിതത്തെ ചൊല്ലുന്നുടനെയെങ്കിൽ സാരമാം നിവൃത്തിമാർഗത്തെ വിസ്തരിച്ചൊക്കെ നാരദനുപദേശിച്ചിടിനാനതുമൂലം പാരിതു പാലിക്കുന്നു താതൻ്റെ നിയോഗത്തെ പാരമൊന്നനുവദിച്ചിലേതും പ്രിയവ്രതൻ. അക്കാലം വിധാതാവു താൻ തന്നെ എഴുന്നള്ളി മുഖ്യനാം പൗത്രനോടു സൽക്കർമ്മമരുൾ ചെയ്തു. ഞാൻ പറയുന്നതിനെ കേട്ടുകൊൾകുമാര നീ, സാമ്പ്രതമതുകൊണ്ടു മോക്ഷത്തെ പ്രാപിച്ചിടാം. ഈശ്വരൻ തന്നെ നിന്ദിച്ചിടല കുറഞ്ഞൊന്നും ഈശ്വരാജ്ഞയാ തന്നെ ലോകങ്ങൾ വർത്തിക്കുന്നു. ആരാലും അതിക്രമിക്കാവതില്ലിതു നൂനം നേരുള്ള മുക്തന്മാരായുള്ളവർ പോലുമൊക്കെ തങ്ങൾക്കു കർമ്മക്ഷയം വരുവോളം നാളേക്കു തങ്ങളുടെ ശരീരത്തെ രക്ഷിച്ചിടുന്നുവല്ലോ. കേൾക്ക നീ മുമുക്ഷുവായിരിക്കുന്നവനേതുമോർക്കുമ്പോൾ ബന്ധമില്ല ഗ്രഹസ്ഥാശ്രമം കൊണ്ടും. ആകയാൽ നീയുമിന്നു ഭഗവത് പദാംബുജം ശോകശാന്തിക്കു നന്നായി ആശ്രയിച്ചെൻ്റെ ചൊല്ലാൽ മഹത്വം വളരുമാറിരുന്നു വഴി പോലെ. ഗ്രഹസ്ഥാശ്രമം അവലംബിക്കമടിയാതെ ഈശ്വരാർപ്പണമായി കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ഈശ്വരാജ്ഞയാ വരും ഭോഗങ്ങൾ ഭുജിക്ക നീ. ഇങ്ങനെയുള്ള ധാതാ തന്നുടെ നിയോഗങ്ങൾ അങ്ങനെ തന്നെയെന്നു കൈക്കൊണ്ടാൻ പ്രിയവ്രതൻ. വിശ്വപാലനം ചെയ്തു വസിച്ചിടിനക്കാലം വിശ്വകർമാവിൻ മകളാം ബഹിഷ്മതി തന്നെ കൈക്കൊണ്ടാൻ. അവൾ പെറ്റു 10 പുത്രരുമുണ്ടായി. ചൊൽക്കൊള്ളും ഊർജസ്വതി എന്നൊരു കന്യകയും അഗ്നീധ്ര നിദ്മജിഹ്വൻ യജ്ഞബാഹുവും പിന്നെ കേൾക്കണം മഹാവീരൻ ഹിരണ്യരേതാവെന്നും കൃതപ്രഷ്ടനും സവനെട്ടാമൻ മേധാതിഥി വിധിഹോത്രനും കവിയെന്നവൻ 10-ാമവൻ. ഇവരിൽ മഹാവീരനാമാവും കവിതാനും സവനും സന്യസിച്ചു സാധിച്ചാർ പുരുഷാർത്ഥം. മറ്റൊരു ഭാര്യ പെറ്റിട്ടുത്തമൻ താമസനും രൈവതനെന്നു 3 പുത്രരുമുണ്ടായി വന്നു. അവർ പോൽ 3-ാം മനു തുടങ്ങിക്രമത്താലേ തപസാ മനുക്കളാകുന്നതെന്നല്ലോ കേൾപ്പൂ. മാനവൻ പ്രിയവ്രതൻ താനൊരു 11 മാനമായിട്ടു പരിവത്സരകോടി വാണാൻ. മേരുവെ പ്രദക്ഷിണം ചെയ്തിടും ദിവാകരരശ്മികൾ കൊണ്ടുടൻ ഭൂമണ്ഡലം ഒരു പാതി സത്വരം പ്രകാശിച്ചിടുന്നിതു. മറ്റേ പാതി അത്ര നേരവും പ്രകാശത്തോടുകൂടായുന്നു. ആരണമയൻ രശ്മി കൊണ്ടു ഭൂചക്രം പാതി കേവലം ദീപിക്കുന്നു മറ്റേടം പുനരപ്പോൾ. ദീപിച്ചിടുന്നതില്ല
കേളടോ കുറഞ്ഞൊന്നും അക്കാലമാദിത്യനോടൊത്തൊരു വേഗം പൂണ്ടു മുഖ്യമായി തേജോമയമായൊരു തേരിലേറി രാത്രിയെ പകലാക്കിയിടുന്നതുണ്ടെന്നു കൽപ്പിച്ചാസ്തയാ മനുപുത്രനായിടും പ്രിയവ്രതൻ താൻ കൂടെ പ്രദക്ഷിണം ചെയ്താനൊരേഴുവട്ടം കാൺകടോ രണ്ടാമതൊരാദിത്യനെന്ന പോലെ തേരുരുൾ നടന്നൊരു വഴികളേഴും ഏഴുവാരുതികളുമായി തിടയിലിടമെല്ലാം ദ്വീപുകളായും വന്നിതക്കാലം അവൻ പിന്നെ ദ്വീപുകളേഴും ഏഴു പുത്രർക്കു കൊടുത്തുപോൽ പുത്രിയാം ഊർജസ്വതി തന്നെ ശുക്രനു നൽകി പുത്രിയും അവൾ പെറ്റിട്ടുണ്ടായി ദേവയാനി അവളെ യയാദിയാം ഭൂപതി കൈക്കൊണ്ടുപോൽ അവിടെ പ്രിയവ്രതനായ മന്നവൻ പിന്നെ ചേതസി വിവേക വൈരാഗ്യങ്ങളോടും കൂടെ ധാതൃജൻ പക്കൽ നിന്നു കിട്ടിയോരുപദേശാൽ ബ്രഹ്മോപാസനം ചെയ്തു സാധിച്ചാൻ പുരുഷാർത്ഥം നിർമ്മലനവൻ തൻ്റെ നന്ദനാഗ്നിധ്രന്താൻ ജംബുദ്വീപാധിപതി പർവ്വത ഗുഹ തന്നിൽ അമ്പുവാദാശനായി തപസ്സു ചെയ്യും കാലം അമ്പുജന്മാവു തന്നാജ്ഞയാ പോന്നുവന്നാൾ അമ്പരേ നിന്നു പൂർവചിത്തിയാം അപ്സരസ്ത്രീ അവളെ കണ്ടു മോഹിച്ചാഗ്നിധ്രൻ ഉര ചെയ്താൻ അവളോട് ആർ നീയെന്നു ചൊൽകടോ മടിയാതെ ഞാനില്ലാതൊരു വില്ലും മാടം ഇല്ലാതൊരമ്പുമാനന്ദം വരുമാറു കൈക്കൊണ്ടു മനോജ്ഞമായി എന്തൊരു കാര്യമായി പെരുമാറുന്നു ഭവാൻ എന്തോന്നു ചിന്തിച്ചിപ്പോൾ ഇവിടേക്കെഴുന്നള്ളി ഏതൊരു ലോകത്തിലിങ്കലുണ്ടായി ഭവാൻ മമ ചേതസി കൊതിയുണ്ടു കാൺകയിലവിടവും യാതൊരു ലോകത്തു നിന്നിങ്ങനെ സമങ്ങളായി ചേതോ മോഹനങ്ങളായി ലോകലോഭിതങ്ങളായി മാറത്തു തഴമ്പുകളെത്രയും വലുതത്രേ മാമുനിശ്രേഷ്ഠ നമസ്കാരം കൊണ്ടത്രയല്ലീ കേശവും നീളമുണ്ടങ്ങിളകാതിരിക്കയാൽ കേശവഭക്തന്മാരിൽ ചിന്തിക്കിൽ മുമ്പനല്ലോ ഉണ്ടിതു തേജസ്സുകളെത്രയും ഊറ്റമത്രേ രണ്ടവയവങ്ങളിതെങ്ങനെയുണ്ടായി വന്നു കണ്ടോളം കൊതിവരും തടവീടുവാൻ തോന്നും ഇത്തരം ഗ്രാമ്യവിദഗ്ധങ്ങളാം വചനങ്ങൾ സത്വരം പറയുന്നോരാഗ്നീധ്രഗുണങ്ങളാൽ ആക്ഷിപ്തചിത്തയായ പൂർവചിത്തിയുമപ്പോൾ ഈ ക്ഷണം കൊണ്ടു പറഞ്ഞവനെ മോഹിപ്പിച്ചാൾ എങ്കിലോ സമങ്ങളായുന്നതതരങ്ങളായി കുങ്കുമ പങ്കമലങ്കരിച്ചുള്ള അവയവം തൊട്ടാലും അണച്ചുടൻ മാറത്തു ചേർത്താലും അങ്ങിഷ്ടമുണ്ടെങ്കിൽ അധരാമൃതം നുകർന്നാലും ഏറിയ കാലം ചെയ്ത തപസ്സിൻ ഫലം കൊണ്ടു പാരമൊരാനന്ദവും ആത്മനി ചേർത്തിയിടുവൻ ഉള്ളിലെ കരണത്തിനാനന്ദമാശു പുറത്തുള്ളൊരു കരണങ്ങൾ കൊണ്ടു ഞാനുണ്ടാക്കുവൻ ഇത്തരം ചൊല്ലി സമാശ്ലേഷ ചുംബനങ്ങളാൽ ചിത്തവും ആർദ്രമാക്കി കേവലാത്മന നന്നായി അന്യോന്യം രമിച്ചനേകായിരം സംവത്സരം അന്യൂനരാഗം പൂണ്ടുവസിച്ചാരിരുവരും 9 പുത്രന്മാരുമുണ്ടായി അതുകാലം 9 പേർക്കും നാമം വെവ്വേറെ കേട്ടുകൊള്ളുക നാഭിയും കിംപുരുഷൻ 3-ാമൻ ഹരിതാനും 4-ാമൻ ഇളാവൃതൻ രമ്യകൻ ഹിരൺമയൻ 7-ാമൻ കുരുവെന്നും 8-ാമൻ ഭദ്രാശ്വനും കോഴയെന്നിയേ കേൾപ്പിൻ കേതുമാലനും പിന്നെ 9 പുത്രന്മാരെ ഇങ്ങനെ ജനിപ്പിച്ചിട്ടംബുജോത്ഭവലോകം പൂർവചിത്തിയും പുക്കാൾ അക്കാലമഗ്നിധ്രനും തന്നുടെ ജംബുദീപം ഒക്കവേ പകുത്തു നന്ദനന്മാർക്കു നൽകി താൻ പിന്നെ തപോബലം കൊണ്ടുപോയി ബ്രഹ്മലോകെ സാമ്പ്രതം രമിച്ചുപോൽ പൂർവചിത്തിയുമായി ആത്മതുല്യാഖ്യങ്ങളായ 9 ഖണ്ഡങ്ങളും ആത്മതുല്യങ്ങളായി രമിച്ചാരവർകളും ആഗ്നിധ്രതനയന്മാരക്കാലം മേരുവിൻ്റെ ആത്മജമാരാം നവകന്യകമാരെ വേട്ടാർ മേരുദേവിയും പ്രതിരൂപയും ഉഗ്രദംഷ്ടി ചാരുലോചനയാകും ലതയും രമ്യതാനും ശ്യാമയും നാരി ഭദ്ര ദേവഹൂതിയും ഇതിനാമങ്ങവർകൾക്കും വേറെയെല്ലാം കേൾപ്പിൻ അവിടെ മേരുദേവിയാകിയ പത്നിയോടും അവനീപതി നാഭിപുത്ര സമ്പത്തിനായി ദക്ഷിണ സമുദ്രതീരത്തു ചെന്നിരുന്നുടൻ ദക്ഷിണ ബഹുലമായി യജിച്ചു ഭഗവാനെ
അഗ്നികുണ്ഡത്തിങ്കൽ നിന്നാവിർഭൂതനുമായാൻ ചിത്ഖനനായ പരൻ ഭഗവാൻ പരമാത്മാ. അക്കാല മൃത്യുക്കുകൾ സദസ്യന്മാരെന്നിവരൊക്കവേ നമസ്കാര സ്തുതികളതും ചെയ്താർ. ഈശ്വരാ ഭഗവാനെ പരബ്രഹ്മമേ പോറ്റി, ശാശ്വതമായ മൂർത്തേ ശരണം ജഗന്നാഥ. ഞങ്ങളാൽ ചെയ്യപ്പെട്ട പൂജയ വഴി പോലെ ഞങ്ങളിൽ വളർന്നൊരു കാരുണ്യമതിനാലെ വൈകാതെ പരിഗ്രഹിക്കണമേ ഭഗവാനെ. വൈകാര്യമൂർത്തേ ഭേദമാർക്കറിയാവതയ്യോ. നിൻ തിരുവടിയുടെ ഗുണങ്ങൾ വർണ്ണിപ്പാനും നിൻ തിരുവടിയെ നന്നായി പ്രസാദിപ്പിപ്പാനും ഞങ്ങൾക്കു ശക്തി പോരാ. പരമാനന്ദമൂർത്തേ ഞങ്ങളെ അനുഗ്രഹിക്കണമെങ്കിലും നാഥ. നിൻ തിരുവടിയുടെ തിരുനാമങ്ങളെല്ലാം സന്തതം വചനഗോചരമായി വരേണമേ. തൃക്കഴലിണ കൂപ്പി നിൽക്കുന്ന രാജർഷികൾ മുഖ്യനെ കരുണയാ തൃക്കൺ പാർത്തരുളണം. നിൻ തിരുവടി പക്കൽ നിന്നൊരു തനയനെ എന്തൊരു കഴിവിനി ലഭിപ്പാനെന്നിവണ്ണം ചിന്തിച്ചു നിൽക്കുന്നൊരു ഭൂപരി പ്രവരൻ്റെ സന്തോഷം വരുത്തേണം നിൻ തിരുവടിനാഥ. ഇത്തരം നാനാവിധ സ്തുതികൾ കൊണ്ടു നന്നായി പ്രസ്തുതനായ പരൻ ഭഗവാൻ അതു നേരം സന്യാസധർമ്മസ്ഥിതി ഭൂമിയിലുറപ്പിപ്പാൻ ധന്യനാം നാഭിതൻ്റെ പത്നിയാം മേരുദേവി തന്നിലങ്ങവതരിച്ചിടിനാനതു കാലം. മന്നവൻ താനും പ്രസാദിച്ചാനങ്ങതിശയം ഭഗവല്ലക്ഷണങ്ങൾ പലവും കൺകൊണ്ടും സകല ഗുണങ്ങൾക്കും ആധിക്യം കൺകൊണ്ടും ഋഷഭനെന്നു താതൻ നാമവും അരുൾ ചെയ്താൻ. ഋഷികൾ ദേവാദികളേവരും സന്തോഷിച്ചാർ. പുത്രൻ്റെ ഗുണാധിക്യം കണ്ടു നാഭിയുമന്നു പൃഥ്വീപാലനത്തിനായി അഭിഷേകവും ചെയ്തു. തന്നുടെ പത്നിയായ മേരുദേവിയുമായി പിന്നെ പോയി വിശാലയിൽ തപസ് തുടങ്ങിനാൻ. നരനാരായണന്മാരാകിയ മൂർത്തികളെ വിരവോടുപാസിച്ചു സാധിച്ചു പുരുഷാർത്ഥം. ധർമ്മസ്ഥാപനത്തിനായി ഈശ്വരൻ തന്നെ വന്നു. നിർമ്മലൻ ഋഷഭനായി പിറന്ന ജഗന്നാഥൻ കൈക്കൊണ്ടാൻ ഇന്ദ്രദത്തയാകിയ ജയന്തിയെ. അക്കാലം 100 പുത്രരവൾ പെറ്റുണ്ടായി വന്നു. അവരിലേവരിലും അഗ്രജൻ ഭരതൻ പോൽ അവനും അജനാഭം വരിഷം പാലിച്ചാൻ പോൽ. തന്നുടെ ഗുണാധിക്യം കൊണ്ട് അജനാഭവർഷമന്നു തൊട്ടെല്ലാവരും ഭാരതമെന്നു ചൊല്ലും. ഭാരതഖണ്ഡം നന്നായി ഭരിച്ചു ഭരതനും പാരീരേഴിലും നിജകീർത്തിയെ പരത്തിനാൻ. ഭരതാനുജന്മാരായ 9 പേരുണ്ടല്ലോ ഭരതസമന്മാർ പോലവരും ഗുണങ്ങളാൽ. പേരുകൾ കുശാവർത്തൻ, പിന്നേവനിലാവർത്തൻ, സാരനാം ബ്രഹ്മാവർത്തൻ, ആര്യാവർത്തനും പിന്നെ മലയൻ ഭദ്രകേതു, സേനനും ഇന്ദ്രസ്പ്രക്കും, ചലനമൊഴിഞ്ഞഴും വിദർഭൻ കീകടനും. ഇവർകൾക്കനുജന്മാർ നവയോഗികളല്ലോ. കവിയും ഹരിതാനും അന്തരീക്ഷനും പിന്നെ പ്രബുദ്ധൻ താനും പിപ്പലായൻ ആവിർഹോതൻ, ദ്രമിഡൻ ചമസനും കരഭാജനന്താനും. ഇവർകളെല്ലാം ആത്മാത്മജ്ഞാനതൽപരന്മാരായി അവനി തന്നിൽ സന്യാസി പ്രവരന്മാരായാർ. എത്രയും മഹത്വമുണ്ടപ്പരിഷകൾക്കതു വിസ്തരിച്ചേകാദശസ്കന്ധത്തിൽ ചൊല്ലിയിടുന്നു. പിന്നെ പർവാദ്യാധികന്മാരായോർ 81 മന്വഹം കർമ്മനിഷ്ഠ ബ്രാഹ്മണോത്തമന്മാരായി. ഋഷഭൻ നിരപേക്ഷനീശ്വരനെന്നാകിലും വഴിയേ ലോകാനുഗ്രഹാർത്ഥമായി ധർമ്മത്തോടെ പരിപാലിക്കും കാലം സകല പ്രജകളും പരിപൂർണാശാവശഗതന്മാരായോരല്ലോ. ഋഷികൾ ധാരാദേവന്മാരിവർ കേൾക്കെ ചൊന്നാൻ. ഋഷഭദേവൻ നിജ തനയന്മാരോടെല്ലാം ബുദ്ധി കൊണ്ടെൻ്റെ ചൊല്ലു സർവരും ഗ്രഹിക്കേണം. ചിത്തത്തിലാക്കി നന്നായുറപ്പിക്കയും വേണം. മർത്യവിഗ്രഹം നാനാഭോഗത്തിനുള്ളതല്ല. നിത്യമായിരിപ്പോരു കൈവല്യം വരുത്തുവാൻ. മറ്റുള്ള ജന്തുക്കൾക്കുമുണ്ടല്ലോ ഭോഗങ്ങളോ
മറ്റുള്ള ജനങ്ങൾക്കു മോക്ഷമോ വരായല്ലോ. മാനുഷജനങ്ങൾക്കേ മോക്ഷത്തെ സാധിക്കാവൂ. മാനസശുദ്ധി വരും തപസ്സുകൊണ്ടു തന്നെ. മറ്റുള്ള ജനങ്ങളിൽ വച്ചു മാനുഷന്മാർക്കു ചെറ്റു വൈശിഷ്ട്യമെന്തതല്ലായിൽ നിരൂപിക്കാം. സത്സംഗം തന്നെയല്ലോ മോക്ഷത്തിൻ ദ്വാരമോർത്താൽ ദുസ്സംഗം നരകത്തിൻ ദ്വാരമെന്നറിഞ്ഞാലും. സ്ത്രീസംഗം വിശേഷിച്ചും നരകദ്വാരമെന്നാൽ സ്ത്രീസംഗി സംഘം വർജിച്ചിടണം അകലവേ. ഇത്തരം വിചാരിച്ചു തത്വജ്ഞാനാർത്ഥം കൊണ്ടു ചിത്തശുദ്ധിയെ ചേർത്തു മുക്തിയെ ലഭിക്കേണം. പുത്രരോടായിക്കൊണ്ടേവം ജ്ഞാനവും ഉപദേശിച്ചുത്തമോത്തമനാകും ഋഷഭദേവൻ. പിന്നെ പുത്രരിൽ വരിഷ്ഠനാം ഭരതൻ തന്നെ നന്നായി പൃഥ്വീപാലനത്തിനായി അഭിഷേകവും ചെയ്താൻ. സന്യാസാശ്രമം അവലംബിച്ചു നിവൃത്തനായി ധന്യനാം ഋഷഭനും തന്നെ തപോബലാൽ ഉന്മത്ത ജലബധിരാന്തമൂകരെ പോലെ തന്മനോബലത്തോടും പെരുമാറിയിടും കാലം. പ്രാകൃതജനം നാനാജാതി ഭാഷിക്കും തോറും ഏകനായി മൗനവ്രതം ധരിച്ചാനനുദിനം. ദുർജനപരിഭവം പോക്കുവാൻ വിശേഷിച്ചു വർജിച്ചാൻ അശനാദിഫലവും അതുമൂലം. തങ്ങളെ പോന്നുവന്ന യോഗസിദ്ധികളെയും സംഗമാധിക്യം കൈക്കൊണ്ടാദരിച്ചിലയേതും എന്നതു കേട്ടു പരീക്ഷിത്താകും നൃപവരനന്നേരം സുഖനോടു വന്ദിച്ചു ചോദ്യം ചെയ്താൻ. നന്നതു പാർത്താൽ എത്രയും ചിത്രം ചിത്രം നന്നായിട്ടരുളി ചെയ്തിടണമതിൻ മൂലം. ആത്മാരാമന്മാരായിട്ടുള്ള യോഗീന്ദ്രന്മാർക്കും ആത്മനാ തന്നെ ലഭിച്ചിടിനോരൈശ്വര്യങ്ങൾ ബന്ധഹേതുക്കളാകയില്ലെന്നു കേൾപ്പുണ്ടെന്നാൽ എന്തവൻ അനാദരിച്ചിടുവാൻ മഹാമതേ എന്നിവ ചോദിച്ചോരു മന്നവൻ തന്നോടപ്പോൾ മന്ദഹാസവും ചെയ്തു. ശ്രീശുകനരുൾ ചെയ്തു, ഇഷ്ടമായുള്ള ലോകത്തൊക്കവേ നടന്നിടാം. അഷ്ടൈശ്വര്യാദികൾ കൊണ്ടെന്നു വന്നിടും നേരം ഓരോരോ ലോകങ്ങളിൽ ഓരോരോ ഭോഗങ്ങൾ കൊണ്ടോരാതെ ചമഞ്ഞിടും യോഗീന്ദ്രന്മാരെങ്കിലും. പിന്നെ വിശ്വസിക്കരുതാർക്കുമേ മനസ്സിനെ തന്നുടെ വശത്തു വന്നിടുകയില്ലയല്ലോ. എന്നാൽ അങ്ങേറിയൊരു കാലം കൊണ്ടുണ്ടായി വന്ന തന്നുടെ തപോബലം ഭോഗത്താൽ നശിച്ചിടും. ഈശ്വരന്മാർക്കു പോലും തന്മനോവിശ്വാസം കൊണ്ട് ആശ്ചര്യമത്രേ തപസ്സൊക്കവേ നശിക്കുന്നു. വിശ്വസിച്ചിടുന്നാകിൽ കാമത്തെ കൊടുത്തിടും നിശ്ചയം മനസ്സെടോ. കാണിനാഴിക കൊണ്ടേ കാമത്താൽ അവിവേകോപങ്ങളകം പൂകും പോമത്രേ. പിന്നെ തപോബലവും ഗുണങ്ങളും മുക്തനായി ചമഞ്ഞുള്ളോ ഋഷഭദേവൻ മുന്നമിത്തരം നിരൂപിച്ചു യോഗസിദ്ധികളെയും ആദരിയാഞ്ഞു മനോവിശ്വാസം വരായികയാൽ മാധവനുടമായക്കെന്തരുതാതെയുള്ളൂ. അങ്ങനെ തന്നെ നാനാദേശങ്ങൾ തോറും അങ്ങോടിങ്ങോടു പെരുമാറും കാലമെന്നൊരു ദിനം കുടകാചലത്തിങ്കൽ കട്ടുതീ പെടിപെട്ടിട്ടുടലും വെന്തുപോയി ഋഷഭദേവൻ തൻ്റെ. അങ്ങനെ ഗതി വന്നോ ഋഷഭചരിതം കേട്ടങ്കനാം നൃപശ്രേഷ്ഠനുണ്ടായി തത്വജ്ഞാനം. തന്നുടെ ധർമ്മമെല്ലാം തന്നുടെ ബുദ്ധി കൊണ്ടു സന്യാസം ചെയ്തു മോക്ഷം സാധിച്ചാൻ വഴി പോലെ. ഭരതചരിത്രം. ഋഷഭപുത്രനാകും ഭരതനാകെ പിന്നെ വൃഷമാർഗേണ പരിപാലിച്ചാനവനിയെ. വിശ്വമോഹിനിയായ കന്യകാ പഞ്ചജനീ വിശ്വരൂപാത്മജയെ കൈക്കൊണ്ടാനതു കാലം. 5 മക്കളുമുണ്ടായി വന്നിതു പഞ്ചജനിക്കഞ്ചു ഭൂതങ്ങൾ മായതങ്കലുണ്ടായ പോലെ. സുമതി രാഷ്ട്രഭൃത്തും മൂന്നാവൻ സുദർശനൻ ക്രമമാവരണനും ധൂമ്രകേതുവും നാമം. ഭാരതഖണ്ഡമാകും തന്നുടെ രാജ്യം പിന്നെ പാരാതെ പകുത്തുടനൈവർക്കും കൊടുത്തുപോയി. സാളഗ്രാമാശ്രമത്തെ പ്രാപിച്ചാൻ തപസ്സിനായി. സാളഗ്രാമോപലങ്ങൾ കൊണ്ടലങ്കൃതനായി സ്വച്ഛയാം ചക്രനദി തന്നുടെ തീരത്തിങ്കൽ സ്വച്ഛമാമാശ്രമവുമുണ്ടാക്കി വസിക്കുന്നാൾ.
നിത്യാനിത്യാദികളാം വസ്തുവിചാരം കൊണ്ട് ശുദ്ധാന്തക്കരണനായി തത്വജ്ഞാനവും വന്നു. ഭക്തിയും ദിനം പ്രതിവർത്തിച്ചു ഭഗവാനെ ചിത്തത്തിലാക്കി ബ്രഹ്മജ്ഞാനവും ഉറപ്പിച്ചു. യുക്തനായിരുന്നു ഉപാസിക്കുന്നാളൊരു ദിനം മധ്യാഹ്നേ ചെന്നു നിന്നു ഗണ്ഡകീ തീരസ്ഥലെ. ഗർഭിണിയായിട്ടൊരു കൃഷ്ണമാൻ പേട വന്നിട്ട പുഴ തന്നിൽ തണ്ണീർ കുടിച്ചു തുടങ്ങിനാൾ. അന്നേരം അരികെ നിന്നലറിയിടുന്ന സിംഹം തന്നുടെ നാദം കേട്ടു പേടിച്ചു മാൻപേടയും ഓടിപ്പോയി മറുകരക്കരേറുവാനായി. ആടൽ പൂണ്ടുടൻ വിറച്ചോടിന നേരം തന്നെ ഗർഭസ്ഥനായ കിടാവപ്പോഴേ പിറന്നുടൻ അപ്പുഴ തന്നിൽ വീണങ്ങൊഴുകി വേഗത്തോടെ. ഗുഹയിൽ ചെന്നു വീണു മരിച്ചു മാൻപേടയും സഹിയാതൊരു ഭയം കൊണ്ടും വേദന കൊണ്ടും. നീരൂടെയൊഴുകുന്ന മാൻകിടാവിനെ കണ്ടു കാരുണ്യവശാലുടനെടുത്തു ഭരതനും. പാരാതെ കൊണ്ടുപോയാൻ തന്നുടെ ആശ്രമത്തിൽ ആരാലും ഉപദ്രവം കൂടാതെ വളർത്തിനാൻ. മാൻകിടാവോടുകൂടി മാൻകിടാവിലെ സ്നേഹം താൻ കൂടെ വളർന്നിതു ഭരതനതു കാലം. തന്നുടെ നിയമങ്ങൾ അതിനെ വളർക്കയാൽ ഒന്നൊന്നേ ദിനം പ്രതി കുറഞ്ഞു ചമഞ്ഞിതു. കാലം കൊണ്ടില്ലാതെയായി വന്നിതു നിയമങ്ങൾ. കാലവും പോയതുള്ളിൽ അറിയായിലയേതും. അതിനെ കാണുമ്പോഴും കാണാതെ വാഴുമ്പോഴും അതിൻ്റെ യോഗക്ഷേമം ചിന്തിച്ചു മനക്കാമ്പിൽ ഈശ്വരാനുഗ്രഹവും പ്രാർത്ഥിച്ചു വാഴും കാലം. ഈശ്വരവിലാസങ്ങൾ എന്തയ്യോ പറവതും. സ്നേഹപാരവശ്യം കൊണ്ടാഹന്ത ഭരതനും മോഹവും വളർന്നിതു മറന്നു തപസ്സെല്ലാം. ഹരിണ കുണപമാമിതിന്നു ഞാനെന്നിയേ ശരണമാരുമില്ല ഗണവും പിരിഞ്ഞുപോയി. ഹരിണി പെറ്റപ്പോഴേ മരണം പ്രാപിച്ചിതു. ശരണാഗത പരിപാലനം ധർമ്മമല്ലോ. പാലനമനുദിനം പോഷണം പ്രീണനവും ലാളനം ഇവറ്റിനെ കാലമുള്ളിതുമുറ്റും. ആസനാടന സ്നാന ശയനാശനാദികൾ ആചരിച്ചിടുമ്പോഴും പിരിഞ്ഞിടുകയില്ല. ഫലമൂലോദകാദി പൂവോടു ചമതപ്പുൽ പലതും ഇവ തേടിപ്പോകുമ്പോൾ അതിനെയും വച്ചേച്ചു പോവാനില്ല. വിശ്വാസമതു നേരം ഇച്ഛയാ വഴിയേ കൂടോടിപ്പോമതുതാനും. മുഗ്ധഭാവവും നോക്കി നിന്നീടും മധ്യേ മധ്യേ ശക്തി പൂണ്ടതിനെ ചെന്നെടുക്കുമയ്യോ പാവം. ശക്തിയിൽ ഇതിനെന്നു കഴുത്തിലെടുത്തിടുമുക്കത്തു തട്ടിക്കൊള്ളും. ഒട്ടിട ഇടച്ചമേ മാറത്തും മടിയിലും പുറത്തും പറ്റിച്ചിടും. ദൂരത്ത് നിന്നിടുമ്പോൾ അതിനെ വിളിച്ചിടും. ഓരോരോ കർമ്മം ചെയ്യുന്നേരത്തു മധ്യേ മധ്യേ പാരാതെ ചെന്നു നോക്കും തിന്മാനും കൊടുത്തിടും. വിളിക്കുമരികവേ മണ്ടി വന്നിടുന്നേരം കളിക്കും പിന്നെ പരിചരിക്കും ഓരോ തരം. പതുക്കെ പതുപ്പുള്ള രോമങ്ങളമരുവാറെടുത്തും തലോടിയും പുണർന്നും കൊണ്ടാടിയും മറ്റൊന്നിന്നില്ല കാലം മുറ്റുമിങ്ങനെ തനിക്കുറ്റമാൻ പേടയുമായി മരുവീടിന കാലം. മരണമടുത്തിതു ഭരതനതുകൊണ്ടു കരണങ്ങളുമെല്ലാം തളർന്നു ചമഞ്ഞിതേ. കിടക്കുന്നേടത്തു ചെന്നധിക ദുഃഖത്തോടും അടുത്തു നിൽക്കുന്നൊരു മാൻകിടാവിനെ നോക്കി മാനസതാരിൽ നിരൂപിച്ചിതു സന്താപത്താൽ. ഞാനിനി മരിച്ചിടുമിപ്പൊഴുതി നിശേഷം കാനനദേശ സിംഹവ്യാഘ്രാതി ദുഷ്ടൗഘങ്ങൾ മാനിനെ പിടിച്ചു തിന്നിടുമെന്താവതയ്യോ. ഒട്ടുമേ മനുഷ്യരെ പേടിയില്ലിതിനിപ്പോൾ. ദുഷ്ടരാം കാട്ടാളന്മാരിതു കൊന്നിടുകയോ. രക്ഷിപ്പാനിതിന്നാരുമില്ലെന്നതല്ല പിന്നെ ഭക്ഷിപ്പാൻ പല ദുഷ്ടജന്തുക്കളുണ്ടു താനും. ഇത്തരമോരോ തരം ചിന്തിച്ചു ഭരതനും ചിത്തത്തിൽ കൃഷ്ണം മൃഗരൂപവും നിഴലിച്ചു. അരികെ നിൽക്കുന്നോരു ഹരിണഗുണപത്തെ സ്മരിച്ചു മരിച്ചുടൻ ജനിച്ചു ഹരിണമായി. ഹരിണമായി തന്നെ ജനിച്ച ഭരതനും സ്മരണം കഴിഞ്ഞ ജന്മത്തിലേതുണ്ടായി വന്നു. മൃഗസംഘം കൊണ്ടു ഞാൻ മൃഗമായി വന്നതെന്നകമേ ചിന്തിച്ചത് സംഘമുണ്ടാകായ്വാനായി. മാൻകൂട്ടത്തിങ്കൽ നിന്നു പിരിഞ്ഞു താനേ തന്നെ സങ്കേതം ചെന്നു പുലഹാശ്രമം പുക്കാനവൻ. തീർത്ഥസ്നാനവും ചെയ്തു ദേഹത്യാഗവും ചെയ്താൻ. ധാത്രിയിൽ ബ്രാഹ്മണനായി പിറന്നാനവനുടൻ.
ചൊല്ലെഴുന്നോരങ്കിരപ്രവരനായുള്ളോരു നല്ല ഭൂസുരൻ പണ്ടു രണ്ടു വേട്ടിരിക്കുന്നാൾ. ഒരുത്തി പെറ്റുണ്ടായി 9 തനയന്മാർ, ഒരുത്തി കന്യാകുമാരന്മാരെ പ്രസവിച്ചാൾ. എന്നതിൽ കുമാരനായി പിറന്ന മഹീസുരൻ മുന്നേ തൻ മൃഗദേഹം കളഞ്ഞ ഭരതൻ പോൽ സംഘദോഷത്തെ പേടിച്ചാതിയേ കുമാരനും മംഗളം വരുത്തുവാൻ കൈക്കൊണ്ടാൻ മൗനവ്രതം. ജാതകർമാദിക്രിയ സർവവും യഥാവിധി താതനുമനുഷ്ഠിച്ചു മൂകനെന്നിരിക്കിലും ബുദ്ധി സംസ്കാരത്തിനായി എത്ര വസ്തുക്കൾ ചെയ്താൻ വ്യർത്ഥമായി ചമഞ്ഞിതു താതസാഹസമെല്ലാം. ജളനോ ബധിരനോ മൂകനോ പുനരിവൻ എളുതല്ലാർക്കും ചെമേ തിരിച്ചുകൊള്ളുവാനും ഉപനിച്ചിതു താതനക്കാലം കുമാരനെ. ജപഹോമാദി കർമ്മമൊന്നുമേ പോകാതാനും 4 ആണ്ടുകാലം മെനക്കെടാതെ ചൊല്ലിച്ചിട്ടും ബാലനും പഠിച്ചീല ഗായത്രി കുറഞ്ഞൊന്നും. ആയതു കുമാരനെ ശിക്ഷിച്ചു തന്നെ കാലം പോയിതു ജനകനും മരിച്ചാനതു കാലം. തന്നുട മിഥുനത്തെ സപത്നിവക്കലാക്കി പിന്നാലെ തീയിൽ പാഞ്ഞു മരിച്ചാൾ ജനനിയും. ഭ്രാതാക്കന്മാരും ഇവൻ ചളനെന്നുറയ്ക്കയാൽ ഏതുമേ കൊടുക്കയിൽ ഉപജീവിപ്പാൻ പോലും. ആരാനും ഒരു വേല ചൊല്ലുകിലതും കേൾക്കും, ഏതാനും കൊടുക്കിലങ്ങുപജീവിക്കും താനും. അതിൻ്റെ ഗുണദോഷമന്വേഷിക്കയുമില്ല, അധികമെങ്കിലതു സൂക്ഷിക്കുമാറുമില്ല. ഏതാനും നൽകിയെങ്കിൽ പോരാ എന്നതുമില്ല, ഏതുമാരുമേ നൽകിയില്ലെങ്കിലോ വേണ്ടാതാനും. അക്കാലം ഭ്രാതാക്കന്മാരവനെ വിളഭൂമി രക്ഷിപ്പാൻ മാടം കെട്ടിയിട്ടവിടെ ഇരുത്തിയാർ. നെല്ലു കാപ്പതിന്നവൻ ചെന്നിരുന്നതിൽ പിന്നെ നെല്ലിനു കേടു കുറഞ്ഞൊന്നുമുണ്ടായില്ലല്ലോ. ദുഷ്ടജന്തുക്കളൊന്നും അധിക്കിൽ ചെൽകയില്ല, തുഷ്ടനായ വിടവാണീടിനക്കാലത്തിങ്കൽ. ദുഷ്ടത മുഴുത്തൊരു ശൂദ്രാധിപതി തനിക്കിഷ്ടമായിരിപ്പോരു സന്തതിയുണ്ടാവാനായി ആളറുത്തഴകോടു ചോര നൽകണം ഭദ്രകാളിക്കെന്നുറച്ചുടൻ ഭൃത്യന്മാരോടു ചൊന്നാൻ. എങ്ങാനും തിരഞ്ഞൊരു നല്ലൊരു പുരുഷനെ നിങ്ങൾ കൊണ്ടരികെന്നു കേട്ടവർ പുറപ്പെട്ടാർ. നീളവേ നടന്നവർ കണ്ടിതു മാടം തന്നിൽ നീളവും തടിപ്പുമേറിയിടിന പുരുഷനെ. ലക്ഷണയുക്തമായ പുരുഷരൂപം കണ്ടു തൽക്ഷണം തെളിഞ്ഞവർ പിടിച്ചു കെട്ടിയിടിനാർ. ശൂദ്രാധിപതി മുന്നിൽ കൊണ്ടു ചെന്നതു കാലമദ്രമാം മനസ്സോടും പൂജിപ്പാനൊരുമ്പെട്ടാൻ. കുളിപ്പിച്ചഴകിയ കോടി കൊണ്ടുടുപ്പിച്ചു കളഭമാല്യങ്ങളാൽ അണിഞ്ഞങ്ങവനുടൽ. കാളിക്കു പൂജ കൊടുത്തിടിനധരാസുരൻ കളിമന്ത്രവും ചൊല്ലിട്ടറുപ്പാനൊരുമ്പെട്ടാൻ. വാളെടുത്തൊങ്ങുന്നേരം ബ്രാഹ്മണ തേജസ്സിനാൽ കാളിക്കു ചൂടുപിടിച്ചിരുന്നു കൂടായികയാൽ ചീളന്നു വാളുമെടുത്തട്ടഹാസവും ചെയ്തു കൂളികളോടും ഭൂതവൃന്ദങ്ങളോടും വന്നു. കാളിതാൻ അറുത്തി ഇതു ശൂദ്രാധിപതി തല, വാളുമായി നിൽക്കും ധാത്രി ദേവന്റെ തലയതും. അറുത്തു തല കൊണ്ടു പന്താടിക്കളിക്കയും പെരുത്ത കോപത്തോടും അലറിച്ചിരിക്കയും. ബ്രാഹ്മണവധത്തിനു കൊപ്പിട്ട ജനങ്ങളും ബ്രാഹ്മണ തേജസ്സു കൊണ്ടൊക്കവേ നശിച്ചുപോയി. എല്ലാം ഈശ്വരനെന്നു നിർണയിച്ചിരിപ്പവർക്കില്ലൊരു ഭയം ഒരു കാലവും ഒന്നുകൊണ്ടും. വാളുമായി കഴുത്തറുത്തിടുവാനൊങ്ങുമ്പോഴും കാളിതൻ കോപം ഉടൻ ഇങ്ങനെ കണ്ടപ്പോഴും ഏതുമേ കുലുക്കമുണ്ടായതില്ലവനുള്ളിൽ. ആദികളില്ല സാക്ഷാൽ ജ്ഞാനികൾക്കെന്നു നൂനം. ഉന്നതൻ ബഹുഗുണനാകിയ സിന്ധുരാജൻ തന്നുടെ ആചാര്യനാം കപിലൻ തന്നെ കാൺമാൻ പോകുന്ന നേരം അവൻ തണ്ടെടുപ്പിച്ചിടിനാൻ. ആകുലമതിനും ഉണ്ടായതില്ലവനേതും എന്നതിനവകാശം വന്നവാറുര ചെയ്യാം. മന്നവ കെട്ടുകൊള്ളുക മായാവൈഭവമെല്ലാം. പിന്നെയും ഒരു ദിനം മാടത്തിൽ വസിക്കുമ്പോൾ വന്നുടൻ ചില ഭടന്മാരുര ചെയ്തിടിനാർ. മന്നവനെഴുന്നള്ളത്താകുന്നതറിക നീ, നിന്നെയും കൂട്ടിക്കൊണ്ടു ചെല്ലുവാൻ അരുൾ ചെയ്തു. തണ്ടെടുപ്പതിനൊരു ഭാഗത്തേക്കൊരു പുമാനുണ്ടു പോരായിക, അതിനാകുന്നതറിഞ്ഞാലും എന്നിവ പറഞ്ഞു കൈപിടിച്ചു കൊണ്ടുപോയാരന്നേരം ആന്തോളികാവാഹകന്മാരുമെല്ലാം. ആകുലമതിനുമുണ്ടായതില്ലവനേതും വേഗം പോകായിക കൊണ്ടു ഭർത്തിച്ചാൻ നൃപേന്ദ്രനും. അന്നേരം നൃപൻ തന്നോടുത്തരമുര ചെയ്താൻ. മന്നവൻ
അറിഞ്ഞിതു ദിവ്യനെന്നതു നേരം തണ്ടിൽ നിന്നിറങ്ങി വീണുടനെ നമസ്കരിച്ചിണ്ടൽ പൂണ്ടറിയായിക പുറത്തു കൊള്ളുന്നെല്ലാം. ചൊന്ന മന്നവൻ തന്നോടധ്യാത്മജ്ഞാനാർത്ഥത്തെ നന്നായിട്ടുപദേശിച്ചിടിനാനതും തഥാ. സന്ദേഹമൊഴിഞ്ഞു ചൊല്ലിയിടുവാൻ പണിയത്രേ ചെന്നവരിരുവരും വൈകുണ്ഠലോകം പുക്കാർ. ഭരതചരിതം ഞാൻ ഒട്ടൊട്ടു ചൊന്നാനേവം. ഭരതൻ തൻ്റെ പുത്രൻ സുമതിയല്ലോ കേൾനീ. സുമതി തൻ്റെ പുത്രനായതു ദേവതാജിത്ത്, ദേവതാജിത്തിൻ പുത്രനായതു ദേവദ്യുമ്നൻ, ദേവദ്യുമ്നനു പുത്രനായതു പരമേഷ്ഠി. കേവലം പരമേഷ്ഠി നന്ദനൻ പ്രതീഹം പോൽ. അവൻ്റെ പുത്രൻ പ്രതിഹർത്താവെന്നല്ലോ കേൾപ്പിൻ. പ്രതിഹർത്താവിൻ പുത്രൻ അജനും ഭൂമാവെന്നും. ഭൂമാവ് തൻ്റെ പുത്രൻ ഗീതൻ ഉദ്ഗീതനെന്നു നാമാവാം. അവനുടെ നന്ദനൻ പ്രസ്തോതാവും. പ്രസ്തോതാവിനു പുത്രനായതു വിഭുവൻ. പുത്രനായുടൻ പ്രധുഷേണനുമുണ്ടായി വന്നാൻ. തൽപ്രധുക്ഷേണപുത്രനായതു നക്തനവൻ. തൽപുത്രനല്ലോ ഗയനാകിയ നൃപശ്രേഷ്ഠൻ. ഗയൻ്റെ മക്കൾ ചിത്രരഥനും സുഗതിയും അവരോധനൻ എന്നു മൂവരുണ്ടായോരല്ലോ. എന്നതിൽ ചിത്രരഥനന്ദനൻ സമ്രാട്ടവൻ. തന്നുടെ മകനായ മന്നവൻ മരീചിയും. ബിന്ദുമാൻ മരീചിതൻ നന്ദനൻ അറിഞ്ഞാലും ബിന്ദുമാനുടെ പുത്രനായതു മധുവല്ലോ. മധുവിൻ പുത്രൻ വീരവ്രതനെന്നല്ലോ കേൾപ്പു. മതിമാൻ വീരവ്രതൻ തന്നുടെ പുത്രന്മാർ പോൽ. മന്ധൂവും അമന്ധൂവും എന്നവരിരുവരിൽ മന്ധൂജൻ ഭൗവനം പോൽ. ഭൗമനൻ മകൻ ത്വഷ്ടാ, ത്വഷ്ടാവിൻ മകനല്ലോ വീരജനായ നൃപൻ ശിഷ്ടനാമൻ. അവനൊരു 100 പുത്രന്മാരുണ്ടായി. അരുതു പറവതിനവരെ വേറെയെല്ലാം ഒരു കന്യകദാനുമുണ്ടായാളനന്തരം. ചൊല്ലരും പ്രിയവ്രതൻ തന്നുടെ വംശം ഒട്ടു ചൊല്ലിയേൻ മുടിഞ്ഞിതു വരജനുടെ കാലം. അന്നേരം പരീക്ഷിത്തു തൊഴുതു ചോദ്യം ചെയ്താൻ. നന്നരുൾ ചെയ്ത വാറിതു മഹാമതേ. ഇന്നുമുണ്ടെനിക്കൊന്നു കേൾപ്പതിനത്യാഗ്രഹം. എന്നോടിന്നതും അരുൾ ചെയ്യണം മഹാമുനെ. സപ്തസാഗരങ്ങളും സപ്തദ്വീപങ്ങളും അങ്ങെത്ര വിസ്താരമെന്നും തത്ര ലക്ഷണങ്ങളും വ്യക്തമായരുളി ചെയ്തിടണം. അടിയനോടെത്രയും വളർന്നുള്ള പാപങ്ങളകലുവാൻ. അവ്യക്തസ്വരൂപമാം ഈശ്വരസ്ഥൂലരൂപം സുവ്യക്തമാം മാററിഞ്ഞിടുവാൻ ആർക്കാമെടോ. ഞാൻ അറിഞ്ഞതു ചൊല്ലാം എനിക്കാകുന്ന വണ്ണം. ആനന്ദം നിനക്കിതിലുണ്ടെന്നു തോന്നുകയാൽ. ഭൂഗുണസ്ഥിതം എങ്കിലോ ഭൂമണ്ഡല സംസ്ഥാനം നടേ ചൊല്ലാം. മംഗളം വരേണമേ ദൈവമേ നാരായണ. ഭൂമിയിൽ മധ്യസ്ഥമായിരുന്ന ജംബുദ്വീപം ഭൂമിപാലക സമവൃത്തമായുള്ളു കേൾനീ. വിസ്താരം 100,000 യോജനയുണ്ടു താനും. പൃഥ്വീനായക പുനരൊമ്പതു വരിഷവും. ദാര്യാമപർവ്വതങ്ങളെട്ടുണ്ടെന്നറിയണം. പര്യായത്തോടു പറഞ്ഞിടുവനവയും ഞാൻ. ഇതിൻ്റെ നടുവിലായി ചൊല്ലെഴും മഹാമേരുവതിൻ്റെ ഉയരമോ യോജന 100,000. മുകളിൽ 30,000 യോജന വഴി സുഖമേ സമവൃത്തമായിരിക്കുന്നു താനും. നീളത്തിൽ 16,000 യോജന വഴി മേളത്തിൽ കുഴിനാടുണ്ടായിരം മറ്റതെല്ലാം. ഇങ്ങനെയിരിക്കുന്ന മേരുവാം മലതൻ്റെ അങ്ങഹോ വടക്കുണ്ടു 3 പർവ്വതങ്ങൾ പോൽ. അദ്രികളവ 3 കിഴക്കു പടിഞ്ഞാറാം അബ്ധികൾ 2 ചെന്നെത്തിക്കിടക്കുന്നു. 3 മേരുവിനോടടുത്തു തെക്കേ ശൈലം. നീലമാകുന്നിതല്ലോ നടുവിൽ ശ്വേതമല്ലോ. ശൃംഗവാനെല്ലാറ്റിലും വടക്കേ ശൈലമല്ലോ. തെക്കുമിങ്ങനെ 3 മര്യാദാ പർവ്വതങ്ങൾ. വടക്കേതാദിയായിട്ടവറ്റിൻ പേരു ചൊല്ലാം. നിഷധം ഹേമകൂടം ഹിമവാനെന്നും ക്രമാൽ. അഴകോടധികന്മാർ ചൊല്ലുന്നു നടേ നടേ. കിഴക്കുണ്ടൊരു ശൈലം ഗന്ധമാദനമതു. വടക്കു നീലത്തോളം നിഷധത്തോളം തെക്കും. ഈ വണ്ണം തെക്കു വടക്കുണ്ടല്ലോ പടിഞ്ഞാറും. മല്യവാൻ നിഷധ നീലങ്ങളോളം വടോ. നീലത്തിൻ
വടക്കേതു രമ്യകവർഷം പിന്നെ കേളതിൻ വടക്കേതു ചൊല്ലെഴും ഹിരൺമയം പിന്നയങ്ങതിൻ വടക്കതല്ലോ കുരുവർഷം എന്നതിനുടനെ തെക്കേതായതു ഹരിവർഷം ഹേമകൂടത്തിൻ തെക്കേതായതു കിംപുരുഷം ഭൂമീശ ഹിമവാനു തെക്കു ഭാരതവർഷം ഗന്ധമാദനത്തിനു കിഴക്കേതാകുന്നതു സന്തതം ഭദ്രാശ്വമാം വർഷമെന്നറികടോ മാല്യവാൻ ഗിരിയുടെ പടിഞ്ഞാറേടം കേതുമാലമങ്ങെല്ലാറ്റിനും നടുവിൽ ഇളാവൃതം ഇച്ചൊന്ന പർവ്വതങ്ങളെട്ടുമുണ്ടുയരങ്ങൾ നിശ്ചയം 10 സഹസ്രം യോജന പോൽ വണ്ണവും 2000 യോജനയുണ്ടെന്നല്ലോ പുണ്യവാന്മാരാം കാലവേദികൾ പറയുന്നു 9 വരിഷവും വിസ്താരമൊരുപോലെ 9000 യോജനയുണ്ടറിഞ്ഞാലും പിന്നെയും മഹാമേരുതനിക്കുന്നായിട്ടുണ്ടു മന്നവ 4 പാടും ഓരോരോ ശൈലേന്ദ്രന്മാർ മന്ദരമെന്നും മേരുമന്ദരമെന്നും ചെമ്മേ പിന്നേതു സുപാർശവും കുമുദമെന്നും നാമം 4നുമുണ്ടു 10000 യോജനകൾ ചാലേ വിസ്താരമതിന്മേലോരോ മരങ്ങളും കിഴക്കേതാദിയായിട്ടവറ്റിൻ പേരു ചൊല്ലാം ഉണ്ടല്ലോ തേന്മാവതിൻ മുമ്പിലേ തനുക്രമാൽ രണ്ടാമതുടൻ ഞാവൽ കടമ്പും പേരാലന്ത്യം 1100 യോജന ഉയരമുണ്ടായത ശാഖകളും അത്രയുണ്ടെല്ലാറ്റിനും ചുവടു ചുറ്റും 100 യോജനയുണ്ടങ്ങെല്ലാം അവിടെ മുകളിലുണ്ടോരോരോ പൊയ്കകളും അവറ്റിൽ പാലും തേനും ശർക്കര ശുദ്ധജലം അവറ്റെ സേവിച്ചല്ലോ ഗന്ധർവാദികളെല്ലാം യോഗങ്ങൾ ഐശ്വര്യങ്ങൾ എന്നിവയുണ്ടാക്കുന്നു ഭാഗധേയത്താൽ സർവകാമസിദ്ധിയുമുണ്ടാം ഉൾത്താരിൽ അത്യാനന്ദസിദ്ധമായി വിളങ്ങിയിടും ഉദ്യാനങ്ങളും ഓരോന്നുണ്ടവനാലിന്മേലും നന്ദനം ചൈത്രരഥം ചൊല്ലെഴും വൈഭ്രാജകം പുണ്യവർദ്ധനകരം സർവതോഭദ്രമെന്നും ക്രമത്താൽ അവറ്റിനു നാമങ്ങൾ ഇതുകളിൽ അമർത്യജനം ക്രീഡിച്ചിരിപ്പൂ നിരന്തരം മന്ദരമൂർധാവിങ്കൽ നിന്നു തേന്മാവിൻ ഫലവൃന്ദങ്ങളെല്ലാം ചില പർവ്വതങ്ങളെപ്പോലെ വളർന്നു പഴുത്തു വീണുടഞ്ഞു തകർന്നുടൻ അലിഞ്ഞുകൂടിയിടുന്ന രസങ്ങളൊന്നിച്ചല്ലോ തന്നുടെ മുകളിൽ നിന്നഹോ കിഴക്കോട്ടേ കന്നുഹമൊഴുകുന്ന തരുണോദയ നദി അതിലെ വെള്ളമനുഭവിക്ക നിമിത്തമായി അധികം മനോജ്ഞമാം സൗരഭ്യമുണ്ടാകുന്നു അചലാത്മജയാകും ഈശ്വരീ ദേവിയോടു മനുഷ്യമനുചരിച്ചിടിന ദേവികൾക്കും അവണ്ണം തന്നെ മേരുമന്ദരമൂർധാവിങ്കൽ സർവദാ നിൽക്കും ഞാവൽ തന്നുടെ പഴങ്ങളും കേവലമോരോന്നോരോ ഗജങ്ങളോളം പോരും ആവോളം വളർന്നു മൂത്തവയും പഴുത്തുടൻ വീണുടഞ്ഞൊരുമിച്ചുണ്ടാകുന്ന രസങ്ങളി ക്ഷോണിയിൽ ജംബുനദി എന്നുള്ള നാമത്തോടും കൂടവേ തെക്കോട്ടേക്കായൊഴുകിയിടുന്നതിരുപാടുമുള്ളൊരു മണ്ണുമതിൻ്റെ രസവുമായി ചേർന്നുണങ്ങിയിടുന്ന നേരത്തുണ്ടാകുന്നതു തന്നെ പ്രാങ്നിഭം ജാമ്പൂതമെന്ന പൊന്നതിനാലെ നിത്യവും ദേവാദികൾ ഒക്കെ അംഗങ്ങൾ തോറും പ്രത്യേകമലങ്കരിച്ചിടുന്നു നിരന്തരം പിന്നയ സുപാർശ്വത്തിന്മേൽ നിൽക്കും കടമ്പതും തന്നുടെ ബാഹുക്കളാം ശൃംഗങ്ങളിടതോറും നിന്നുടൻ പൊട്ടിയൊലിച്ചയ്യഞ്ചു ചുറ്റായുള്ള ബിന്ദുക്കൾ മധുമയധാരകൾ വീണു വീണു പടിഞ്ഞാറോട്ടു നോക്കിയൊഴുകിയിടുന്നു നിത്യം തടഞ്ഞിടാതെ മഹാവാഹിനീ പൂരത്തോളം അവറ്റെ ഉപജീവിക്കുന്നവരുടെ മുഖം 6 യോജന വഴി സൗരഭ്യം പരത്തുന്നു കദംബവൃക്ഷത്തിൻ്റെ കോടരത്തിങ്കൽ നിന്നു ജനിക്കൊണ്ടു കാദംബരിയാം പേരുണ്ടായി കുമുദത്തിങ്കൽ ശതവലിശമെന്ന പേരാൽ അമിതസ്കന്ധങ്ങളിൽ നിന്നുടനുണ്ടാകുന്നു പാൽ തൈർ നെയ്യും ചോറും പുടവ പട്ടുകളും ആഭരണാസനശയാദികൾ ഇവ മറ്റും നദങ്ങളായി വടക്കോട്ടൊഴുകുന്നു നിത്യം അതുകൊണ്ടനുഭവിച്ചിടിന ജനങ്ങൾക്കു തളർച്ച ജരാനരവ്യാധികളാധികളും ഇളച്ചിടുന്ന അപമൃത്യുക്കളിവയെല്ലാം ഇങ്ങനെ ഭൂമണ്ഡലമാകുന്ന കമലത്തിൻ കർണികയാകും മഹാമേരുവിൻ ചുഴലവും കേസരസ്ഥലങ്ങളിൽ
പർവ്വതം പലതുണ്ടു വാസവാദികളുടെ ദിക്കുകളിടതോറും. അരികെ മഹാമേരുവാകുമദ്രിക്കു പരിസ്തരണമായിട്ടേഴു പർവ്വതമുണ്ടു. പിന്നെ ഉയരം 2000 യോജന, അവയെല്ലാം ഇടവും അത്ര തന്നെയുണ്ടേതും കുറയാതെ. 18,000 യോജന നീളവുമുണ്ടങ്ങതിനൊക്കെയും തെക്കുവടക്കായി കിഴക്കല്ലോ. ജഠരദേവകൂട പർവ്വതവാരങ്ങൾ മറ്റുടനെ കീഴ്മേലായ നീളത്തിൽ തെക്കാകുന്നു. കൈലാസ കരവീരദ്വയങ്ങൾ പടിഞ്ഞാറേ ശൈലങ്ങൾ നീളം തെക്കുവടക്കായതുപോലെ. പാവനപാരിയാത്രാഖ്യ ചലവരങ്ങൾ മറ്റവനീപതേ നീളം കിഴക്കു പടിഞ്ഞാറായി. ശ്രീ ശൃംഗമകരങ്ങളിങ്ങനെ പേരായി 4 ദിശയിങ്കലീ 2 അചലവരങ്ങൾ പോൽ. ഇങ്ങനെയെല്ലാം അലങ്കൃതനാം മഹാമേരുവങ്ങതിൻ മുകളിലുണ്ട് 9 രാജധാനി എന്നതിൻ നടുവിലേ തമ്പുജോത്ഭവൻ. തനിക്കിന്ദ്രാദിലോകപാലകന്മാർക്കു മറ്റെല്ലാം 8 ചിത്രമായി 16,000 യോജന വഴി വിസ്താരം സമചതുരശ്രമായുള്ളു താനും. 3 ലോകവും മുന്നം ഭഗവാൻ നാരായണൻ 3 അടിയാക്കി അളന്നീടിന കാലത്തിങ്കൽ മേൽപോട്ടേക്കുയർത്തിയ തൃക്കാൽ നഖം കൊണ്ടിട്ടാത്മയോന്യണ്ഡം പിളർന്നൂടയങ്ങകം പൊക്കു ബാഹ്യജീവനാധാരഗംഗ എന്നെല്ലാടവും പാവനകരം പാപശാന്ത്യർത്ഥം പ്രസിദ്ധയായി. ബ്രഹ്മാണ്ഡ കമലനാളാന്താഗ്രേ പോയി വീണു നിമ്നമാർഗേണ 4 കൈ വഴിയൊഴുകിപ്പോയി. 4 ദിക്കിലും 4 നാമങ്ങളോടും കൂടി 4 സാഗരങ്ങളും പ്രാപിച്ചിടുന്നു നിത്യം എന്നതിൽ കിഴക്കോട്ടേ കൊഴുകുന്നതു സീതാ. ചെന്നുടൻ ഇന്ദ്രരാജധാനിതൻ നടുവേ പോയി ഗന്ധമാദനമായ പർവ്വതത്തിന്മേൽ വീണു സിന്ധുവിനോളം ഭദ്രാശ്വാഖ്യമാം വർഷത്തൂടെ സന്തതം വേഗേന പോയിടുന്നു. തെക്കോട്ടു ചെന്നന്തകപുരിയൂടെ നിത്യവും അതുപോലെ സംപ്രയതാകാരമായളകാനന്ദാഖ്യയും സംപ്രതിഷതവും ഹേമകൂടവും നേരെ കടന്നു ഹിമവാനുമേൽ വീണവിടന്നും പിന്നെ പടർന്നു ചെന്നു ഭാരതാഖ്യമാം വർഷത്തൂടെ ദക്ഷിണ സമുദ്രത്തിൽ കൂടുന്നു പടിഞ്ഞാറേ ചക്ഷുസ്സാകുന്ന നദി വരുണരാജ്യത്തൂടെ. പോയുടൻ മാല്യവാന്റെ മുകളിൽ വീണു പിന്നെ പായുന്നു കേതുമാലമാകിയ വർഷത്തൂടെ. പാരാതെ പടിഞ്ഞാറേ സാഗരം പ്രാപിപ്പോളം പാരതിൽ സോമപുരിയൂടെ ഭദ്രയും പിന്നെ കേവലം വടക്കോട്ടു നീലശ്വേതങ്ങൾ കടന്നാവോളം വേഗത്തോടെ ശൃംഗവാന്തന്മേൽ വീണു പോയുടൻ കുരുവർഷത്തൂടെ വാരുതിയോളം മായമെന്നിയേ നീളപ്പായുന്നു നിരന്തരം. ഇങ്ങനെയുള്ള നവഖണ്ഡമീ ജംബുദ്വീപിലിംഗകർമ്മക്ഷേത്രം ഭാരതമൊന്നേയുള്ളൂ എന്നതിൽ പ്രജകൾക്കു കർമ്മഭേദങ്ങൾക്കൊത്തവണ്ണമുള്ള അനുഭൂതി സർവവും വന്നിടുന്നു. മറ്റുള്ള വർഷങ്ങൾ 8 കേൾ സ്വർഗലോകം മറ്റുമങ്ങനുഭവിച്ചുള്ളവർക്കെല്ലാവർക്കും പുണ്യശേഷങ്ങൾ അനുഭവിപ്പാനായിക്കൊണ്ടത്രേ പുണ്ടരീകോത്ഭവൻ താൻ നിർണയിച്ചിരിക്കുന്നു. അവറ്റിൽ പ്രജകൾക്കു 10,000 തപസ്സാഭേദമൊഴിഞ്ഞ ആയുസ്സുണ്ടെല്ലാ നാളും. 10,000 ആനയ്ക്കുള്ള ശക്തിയും പൂണ്ടു ശതകോടികൾക്കൊക്കും ദേഹകാഠിന്യങ്ങളും നാരികൾ ഒടുക്കം ഓരോന്നുടൻ ഗർഭിച്ചതിൽ നാരിയും പുരുഷനും കൂടെയുണ്ടാകുന്താനും കാലവും ത്രേതായുഗ തുല്യമായ എല്ലാ നാളും പാലിക്കുമല്ലോ ജഗന്നാഥനാം നാരായണൻ ഭഗവാൻ വിഷ്ണു. ചില മൂർത്തികളവലംബിച്ചഖില ജനങ്ങൾക്കും നൽകുവോനനുഗ്രഹം എന്നതിൽ ഇളാവൃതമാകിയ വർഷത്തിങ്കൽ ചന്ദ്രശേഖരൻ തന്നെ പുരുഷനായിട്ടുള്ളൂ. മറ്റുള്ള പുരുഷന്മാരവിടെ ചെല്ലുന്നീല. മുറ്റും പാർവതീദേവി തന്നെ ശാപത്തിനാൽ അവിടെ പുരുഷന്മാർ ചെല്ലുകിൽ സ്ത്രീകളായി പോം. അതിൻ്റെ ഹേതു ചൊല്ലും നവമസ്കന്ധത്തിങ്കൽ. അവിടെ ശ്രീ പാർവതീദേവി താൻ ആദിയായുള്ള ബാലാജനങ്ങളാൽ സേവ്യനാം മഹാദേവൻ ഹൃദയേ സംകർഷണമൂർത്തിയെ ഭജിക്കുന്നു. ഭദ്രാശ്വർഷത്തിങ്കൽ ധർമ്മദേവന്റെ പുത്രൻ നിത്യവും ഭദ്രശ്രവാകിയ വിഷ്ണുഭക്തൻ സേവിച്ചിടുന്നു ഹയഗ്രീവമൂർത്തിയെയല്ലോ. പ്രഹ്ലാദൻ നരസിംഹമൂർത്തിയെ സേവിക്കുന്നു.
ഉദിതാത്മനാ ഹരിവർഷത്തിലിരുന്നല്ലോ സുഖമേകാമദേവരൂപനായിരിക്കുന്ന ഭഗവാൻ തന്നെ കേതുമാലമാം വർഷത്തിങ്കൽ ഇരുന്നു സേവിക്കുന്നു നിത്യവും പ്രജാപതി. നിറഞ്ഞു തേജോമയം മാനസഭക്തിപൂർവം തന്നുടെ പുത്രരോടുകൂടെ ശ്രീ ഭഗവതി മന്നവ രാത്രികളിൽ സ്ത്രീജനത്തോടും പകൽ പുരുഷന്മാരോടും കൂടിരുന്നു ഭജിക്കുന്നു. പരിണാമം 36,000 ഓരോ വക അവിടെ സുദർശന തേജസാ ഗർഭമുണ്ടായ ബലാജനങ്ങൾക്കും ശ്രവിച്ചിടുന്നു നിത്യം. പിന്നെ രമ്യകത്തിൽ വൈവസ്വതൻ മനുവരൻ നന്നായി സേവിക്കുന്നു മത്സ്യമൂർത്തിയെ ഭക്ത്യാ. ആര്യമാവായ പിതൃനായകൻ ഹിരൺമയ വരിഷത്തിങ്കൽ കൂർമ്മമൂർത്തിയെ സേവിക്കുന്നു. നിത്യവും വരാഹമൂർത്തിയെ സേവിച്ചിടുന്നു. ഉത്തുംഗ കുരുക്കളിലിരുന്നു ഭൂമിദേവി ശ്രീരാമൻ തന്നെ സേവിച്ചിടുന്നു. ഹനുമാനും മാരുതാത്മജൻ കിംപുരുഷാഖ്യവർഷത്തിങ്കൽ ഭക്തനാം ഹനുമാനും രാഘവൻ തന്നെ സേവിച്ചത്യന്തം കിംപുരുഷയുക്തരായി വർത്തിക്കുന്നു. സാവർണിക്കാത്മജ്ഞാനമുപദേശിച്ചിടുവാൻ ഭാവിച്ചു വാണിടുന്ന നാരദമുനിശ്രേഷ്ഠൻ. കേവലം നരനാരായണന്മാർ തമ്മെ സേവിച്ചാവിർമോദേന നിത്യം ഭാരതേ വസിക്കുന്നു. അങ്ങനെയുള്ള മഹാഭാരതവർഷത്തിങ്കൽ എങ്ങുമുണ്ടസംഖ്യമാഹാത്മ്യങ്ങൾ വളർന്നോരോ പുണ്യശൈലങ്ങൾ പുണ്യനദികൾ പലവിധം എണ്ണമില്ലവറ്റിൻ്റെ മഹിമ ചൊല്ലിയിടുവാൻ. ഖണ്ഡങ്ങളെല്ലാറ്റിലും ഉത്തമം ഭാരതമാം ഖണ്ഡമെന്നതു സർവലോകസമ്മതമല്ലോ. അവിടെ ജനിക്കുന്ന പുരുഷന്മാർക്കേ മോക്ഷം വഴിയേ സാധിക്കാവൂ യജ്ഞകർമ്മങ്ങൾ കൊണ്ടേ. 9 ഖണ്ഡങ്ങളായി ഇങ്ങനെയിരിക്കുന്ന ജംബുദ്വീപത്തെ ചുറ്റി ലവണാംബുതിയുള്ളൂ. വിസ്താരമതു 1,00,000 യോജനയാകുന്നിതുമത്യന്തമതു ചുറ്റിയിരിക്കും പ്ലക്ഷദ്വീപം. വിസ്താരമഹോ 2,00,000 യോജനയുണ്ടാം. തത്ര പൊന്മയമായോരത്തിയുണ്ടല്ലോ നിൽപ്പു. ചിത്രമായി 100,000 യോജന ഉയർന്നുകൊണ്ട് എത്രയും ശോഭിച്ചതി മുഖ്യമാം പ്രഭയോടും. അതിനാൽ പ്ലക്ഷദ്വീപെന്നതിനു പേരായി വന്നിതവിടേക്കധിപതിയായ അഭിഷേകം ചെയ്താൻ. മകനാം യുഗ്മജിഹ്വൻ തന്നെയ പ്രിയവ്രതൻ സുഖമായാത്മതുല്യമവനം ചെയ്താനവൻ. യുഗ്മജിഹ്വനു മക്കൾ 7 പേരാകുന്നിതു പ്ലക്ഷദ്വീപേഴായി പകുത്തവനും കൊടുത്താൻ പോൽ. ശിവവും യവസവും സുഭദ്രം ശാന്തം മോക്ഷം ശിവതം അമൃതവം അഭയമിവ നാമം. പൃഥ്വീപതേ പുനരധിപന്മാർക്കുമെല്ലാം അധ പുല്ലിംഗങ്ങളായി പറകുന്നതേയുള്ളൂ. അവിടെ ഖണ്ഡങ്ങൾ തന്നവധിക്കെല്ലാം ഓരോരചലവരന്മാരുണ്ടതിരായറിഞ്ഞാലും. സവിധേ നദികളുമുണ്ടോരോന്നെല്ലാറ്റിനും അവനീപതേ പാർത്താൽ അധികമത്യത്ഭുതം. മണികൂടവും വജ്രകൂടവും ഇന്ദ്രസേനം മഹിമ വളർന്നെഴും ജ്യോതിഷ്മാൻ സുവർണവും ഹിരണ്യഷ്ടീവം മേഘമാലവും ഇവ പേരായി ഇരുന്ന സേതുശൈലവരങ്ങളേഴാകുന്നു. അരുണരമണീയാംഗിയും ആംഗിരസിയും അരജാ സാവിത്രി സുപ്രഭത ഋതംഭര. പിന്നേതു സത്യംഭരാ നദികൾ ഇവ 7 സേതുശൈലനന്ദിനികളായെങ്ങും. വർണ്ണങ്ങൾ 4 ഹംസന്മാർ പതങ്കന്മാർ അന്വഹമൂർധ്വായന സത്യാംഗന്മാരെന്നെല്ലാം. 1000 സംവത്സരമായുസ്സുണ്ടെല്ലാവർക്കും. ആത്മാവാമാദിത്യനെ സേവിച്ചു ഞായന്താനും. സൂര്യനായതും നാരായണൻ താൻ തന്നെ നൂനം. ആര്യനാം മഹാവിഷ്ണുതാനല്ലോ ജഗത്തെല്ലാം. ചിൽപ്പുമാനുടെ മഹാമായ കളിത്യാദികളെപ്പോലെ തന്നെ പിന്നെ ദ്വീപുകൾ 5 വർഷത്തിൻ സംഖ്യകളും പുരുഷഗുണങ്ങളും പരമായുസ്സും ഭേദമില്ലടോ ധരാപതേ. പ്ലക്ഷദ്വീപിനെ ചുറ്റി ശർക്കരാംബുതിയുള്ളൂ. വിസ്താരമതു 2,00,000 യോജന തന്നെ. അതിൻ്റെ പുറമല്ലോ സാൽമലദ്വീപം. പുനരതു വിസ്താരം 4,00,000 യോജനയാകും. അവിടെ 100,000 യോജന ഉയർന്നുണ്ടൊരിലവമായ മരം ഗരുഡനിരിപ്പാനായി. അതിനാലദ്വീപിന്നു ശാൽമലമെന്നു പേരായതുമദ്വീപിന്നധിപതിയാം യജ്ഞബാഹുതനുടെ പുത്രന്മാർക്കു പകുത്തു കൊടുത്താൻ പോൽ എന്നതു
സുരോചനം സൗമനസ്യവും ചെമേ കേട്ടാലും രമണകം ദേവവർഷവും അതിശ്രേഷ്ഠമാം പാരിഭദ്രമാറാമതപ്യായനം ഏഴാമത് അവിജ്ഞാതമിങ്ങനെ വർഷനാമം ഏഴധിപതികൾക്കു പുല്ലിംഗമായും ചൊല്ലാം. സ്വരസം ശതശൃംഗം വാമദേവവും കുന്തം പെരിയ മുകുന്ദവും പുഷ്പവർഷവും പിന്നെ സഹസശ്രുതിയെന്നും പർവ്വതങ്ങൾക്കു നാമം മഹത്വമേറും അനുമതിയും സീനി ബാലി പിന്നേതു സരസ്വതി കുഹുവും രജനിയും നന്ദയും രാഗാ നദികൾക്കു പേരിവയെല്ലാം വർണ്ണങ്ങൾ ശ്രുതിധരന്മാർ വീരധരന്മാരും പിന്നക്കേൾ വസുന്ധരന്മാരിഷന്ധരന്മാരും അവരെല്ലാരും വേദം കൊണ്ടു സോമനെ സേവിച്ചവനീപതേ പരിവർത്തിച്ചിടുന്നു നിത്യം. സാൽമദ്വീപവും അതു ചുഴന്നു പരന്നേഴും ചൊല്ലെഴും സുരാംബുതി വിസ്താരം 4 ലക്ഷം യോജനയതിൻ പുറമായതു കുശദ്വീപം യോജനലക്ഷമതു മെട്ടെണ്ടു പരപ്പെടോ. അവിടെയൊരു കുശസ്തംഭമുണ്ടഗ്നി പോലെ അതിൻ്റെ തേജസ്സു കൊണ്ടദ്ദിക്കു വിളങ്ങുന്നു. അതിനാൽ കുശദീപമതിന്നു പേരായി വന്നു. മതിമാനായ ഭവാനകമേ ധരിച്ചാലും അവിടേക്കധിപതി ഹിരണ്യരേതാവു കേളവനു 7 പകുത്തേഴു പുത്രന്മാർക്കു നൽകി. പേരുകൾ വസുവസുദാനവും ദൃഢരുചി പാരഴും നാഭിഗുപ്തമങ്ങേതു സ്തുത്യവ്രതം വിവിക്തം വാമദേവമെന്നിവ വർഷങ്ങൾ പോൽ ചതുശൃംഗവും ചക്രം കപിലം ചിത്രകൂടം ദേവാനീകവും ഊർധ്വരോമാവും ദ്രവിണവും കേവലം സേതുശൈലമേഴിതെന്നറിഞ്ഞാലും രസകുല്യയും മധുകുല്യയും മിത്രവിന്ദ ശ്രുതവിന്ദയും ദേവഗർഭയും ഹൃതച്യുത മന്ത്രമാലയും ഇവ നദികളേഴാകുന്നു. സന്തതം കുശലന്മാർ കോവിദന്മാരും പിന്നെ അഭിയുക്തന്മാർ കുശലന്മാരെന്നിവ 4 അഭിധാനങ്ങൾ വർണ്ണങ്ങൾക്കുമെന്നറിഞ്ഞാലും കർമ്മകൗശലങ്ങൾ കൊണ്ടവരും അഗ്നിമയ ധർമ്മദേവനെ തന്നെ അജിച്ചു ഭജിക്കുന്നു. അതിനു പുറം ചുഴന്നിരിക്കും കൃതാംബുതി അതുമുണ്ട് 8 ലക്ഷം യോജന പരപ്പെടോ. അതിനപ്പുറം ക്രൗഞ്ചദ്വീപെന്നു ധരിച്ചാലും അതു വിസ്താരം 16 ലക്ഷം യോജന അവധിക്രമേണ വാച്ചിരിക്കും അവയെല്ലാം അവിടെ ക്രൗഞ്ചമെന്ന പർവ്വതമാകുന്നതും. അചലമതു സുബ്രഹ്മണ്യന്റെ ശക്തിയേറ്റിട്ടതിപീഡിതമായിട്ടിരിപ്പൊന്നെന്നാകിലും ക്ഷീരസാഗരത്തിലെ വാരികൊണ്ടനുദിനം വാരിധിനാഥൻ നനച്ചാവോളം രക്ഷിക്കയാൽ പീഡ കൂടാതെ മരുവുന്നിതു ധരാധരം പാഠമായി ക്രൗഞ്ചദ്വീപെന്നതിനാൽ ചൊല്ലിയിടുന്നു. അദ്വീപിന്നധിപതിയായതു കൃതപ്രഷ്ടൻ പുത്രർക്കു പകുത്തുതാനൊക്കവേ കൊടുത്താൻ പോൽ. ആമവും മധുരുഹ ഹേമകപൃഷ്ടവും കേൾ സുധാമവും പ്രാജിഷ്ടവും ലോഹിതാർണസ്സും തഥാ പിന്നേതു വനസ്പതി വരിഷം ഇവയേഴും എന്നതുപോലെ ശുക്ലം വർദ്ധമാനവും ചെമ്മേ ഭോജനം ഉപബഹർണാഖ്യവും നന്ദമെന്നും നന്ദനമെന്നും പിന്നെ സർവതോഭദ്രമെന്നും സേതുശൈലങ്ങൾ അഭയാമൃതൗഖാര്യകയും പൂതയാം തീർത്ഥവതി വൃത്തിരൂപവതിയും ശുക്ലയും പവിത്രവത്യാഖ്യയുമേഴു നദി മുഖ്യന്മാർ പുരുഷരും ഋഷഭ ദ്രവിണന്മാർ ദേവകന്മാരും ഇവ വർണ്ണങ്ങളറിക. ഭൂദേവാദി ചതുർവർണ്ണമിവിടെ എന്ന പോലെ ചിന്മയനായ ഭഗവാനെ നാരായണനെ അഞ്ജലി കൊണ്ടു സേവിച്ചിടുന്നിതവർകളും അങ്ങനെയുള്ള മഹാ ക്രൗഞ്ചദ്വീപത്തെ ചുറ്റി പൊങ്ങി നിന്നെഴും ക്ഷീരവാരിധി വിളങ്ങുന്നു. വിസ്താരമതു 16 ലക്ഷം യോജന ചിത്രമായതിംപുറം ശാഖദ്വീപതു പിന്നെ 32 ലക്ഷം യോജന വിസ്താരവും ഉൾപ്പാടിങ്ങനുക്രമാൽ വർദ്ധിച്ചു വരും താനും. ശാഖമെന്നൊരു വൃക്ഷ സൗരഭ്യം പരന്നുള്ളതാകയദ്വീപമതുമൂലമായതു നാമം. അവിടേക്കധിപതിയായുള്ള മേധാതിഥി അവനിസുതന്മാർക്കു പകുത്തു നൽകിയിടിനാൻ. നാമങ്ങൾ പുരോജവവും അമ്മനോജവം അങ്ങേ ഭൂമികൾ ഭവമാനധൂമ്രാനീകവും പിന്നെ പാരതു ചിത്രരേഭം ബഹുരൂപവും വിശ്വധാരവും ഇവ 7 വർഷങ്ങളാകുന്നതും. കേവലം അധിപതികൾക്കു
പുല്ലിംഗങ്ങളുമായി വരും അഭിധാനമെന്നത്രേ ഭേദമുള്ളൂ. ഈശാനം ഉരുശൃംഗം ബലഭദ്രവും ശതകേസരം സഹസ്രസ്രോത ദേവപാലം പിന്നെ സേതുശൈലങ്ങൾ മഹാനസമെന്നിവയേഴും ചേതസാ തെളിഞ്ഞു കേട്ടിടുക പുനരിന്നും. നദികൾ അനഘമായുർദ എന്നും അങ്ങേതു ഭയപൃഷ്ടിയെന്നും അപരാജിതയെന്നും പിന്നേതു പഞ്ചനദി സഹസ്രശ്രുതിയങ്ങേതുന്നത നിജധൃതിയെന്നുമേഴറിഞ്ഞാലും വർണ്ണങ്ങൾ ഋതവ്രതന്മാർ സത്യവ്രതന്മാരും പിന്നേതു ദാനവ്രതന്മാരനുവ്രതന്മാരും എന്നിവർ വായ്വാത്മകനാകുന്ന ഭഗവാനെ തന്നെ സേവിച്ചു യമനിയമാദികളാലെ ശാഖദ്വീപതു ചുഴന്നിരിക്കും നിത്യം ദതിസാഗരം ദ്വിഷോഡശലക്ഷം വിസ്താരത്തോടും. നീളയങ്ങതിൻ പുറം പുഷ്കരദ്വീപമതു 64 ലക്ഷം യോജന തന്നെ വിസ്താരമവിടെ പൊന്മയമായിരിപ്പോരു പത്മമുണ്ടല്ലോ 10,000 ഇതളോടും. ബ്രഹ്മാവിനിരിപ്പതിൻ നടുവിലാകുന്നിതു തന്മൂലം പുഷ്കരദ്വീപമെന്നു പേരുണ്ടായി വന്നു. അദ്വീപിൻ മധ്യേയൊരു സേതുപർവ്വതം മാനസോത്തരമെന്നുണ്ടല്ലോ ലോകൈക പ്രസിദ്ധമായി. ഉയരമതു 10,000 യോജന പോൽ ഉയരത്തോളം തന്നെ പരപ്പുമുണ്ടു നൂനം. 4 ദിക്കിലും ലോകപാലന്മാർ 4 വർക്കുമുണ്ടാലയങ്ങളും ഓരോന്നങ്ങതിൻ മുകൾ തന്നിൽ. അങ്ങിനെയുള്ള മഹാമാനസോത്തരത്തിന്മേൽ എങ്ങുമേ പെരുമാറും ആദിത്യരഥചക്രം. എങ്ങനെയറിയുന്നു മായതൻ മഹിമകൾ ഇങ്ങനെയുണ്ടു കാണാകുന്നിതു ലോകങ്ങളിൽ. പിന്നയദ്വീപിന്നധിപതിയാം വിധിഹോത്രൻ തന്നെ രമണകനാകിയ തനയനും ധാതകിയാകും പുത്രൻ തന്തനിക്കുമൊപ്പമൊപ്പം പാതി വെവ്വേറെ പകുത്തോരോന്നു നൽകിയിടിനാൻ. അവിടെ ബ്രഹ്മാത്മകനാം ഭഗവാനെ മുക്തി ശിവസാധനമാകുമക്കർമ്മം കൊണ്ടു തന്നെ ഭക്തിയോടിരുന്നു സേവിക്കുന്നു സകലരും. പുഷ്കരദ്വീപത്തെയും ചുഴന്നുമരുവുന്നു ശുദ്ധകീലാലാശയമത്യന്തമതുമുണ്ടു പുഷ്കരദ്വീപത്തോടും വിസ്താരമനുക്രമാൽ. അതിനു പുറം ലോകാലോകപർവ്വതത്തോളം പ്രതികാഞ്ചനഭൂമി മാനസ വിമോഹനം. ആദിത്യാദികളുടെ രശ്മികളെല്ലാമൊക്കെ സാദരം ലോകാലോകത്തിനകത്തടങ്ങിയിടും. അവണ്ണം വട്ടം കൂടി ഉയർന്നതു പാർത്താൽ 50 കോടി തന്നെ യോജന വിസ്താരമാം. ഇക്ഷോണീ മണ്ഡലത്തിൽ 4 ശിക്ഷയാ ലോകാലോകത്തിനകമെന്നു നൂനം. അങ്ങിനെയുള്ള ലോകാലോകമാങ്കിരീന്ദ്രന്മേൽ അങ്ങഹോ ചതുർമുഖൻ തന്നെ നിയോഗത്താൽ 4 ദിക്കിലും 4 ദിഗ്ഗജവരന്മാരും ആലംബഭൂതന്മാരായി നിൽക്കുന്നോരെന്നു കേൾപ്പു. നാമങ്ങൾ ഋഷഭനും പുഷ്കരച്ചൂടനെന്നും വാമനനെന്നും അപരാജിതനെന്നും തന്നെ ഈ വണ്ണം ഭൂവിസ്താരമൊട്ടു ചൊല്ലിപ്പിന്നെ കേവലം സ്വർലോകവും വിസ്താരം തത്തുല്യം പോൽ.